ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പുതിയ റെക്കോർഡ് ഹൈ തന്നെയാണ്. നിഫ്റ്റിക്കും സെൻസെക്സിനും ഗ്ലോബൽ ഇൻഡിക്കേഷനും ഏഷ്യൻ മാർക്കറ്റ് ഇൻഡിക്കേഷനും നൽകുന്നത് ഒരു പോസിറ്റീവ് ബയാസാണ്. എന്നിരുന്നാലും ഹയർ ലെവലിൽ പല സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകൾ മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് അമേരിക്കയിൽ ഇന്നലെ. അതുപോലെ തന്നെ S&P 500 വിക്സ് ഇന്നലെ 15.19 താഴ്ന്നിട്ടുണ്ട്. 16.03 ആയിരുന്നു മിനിഞ്ഞാന്ന്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ബയാസിനെ തന്നെയാണ്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ വീണ്ടും ഹിറ്റ് ചെയ്തിരുന്നു. $2372.45 പെർ ബാരലാണ് ഔൺസാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ഹിറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $2362 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് $2348.10 പെർ ഔൺസ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രൻഡ് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ്. മെറ്റൽസ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്ലോബൽ ന്യൂസുകൾ അസസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ മാസം 12-ാം തീയതി വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. US-ലത്തെ കഴിഞ്ഞ മാസം 3.8% ആയിരുന്നു. ഈ മാസം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3.7% തീർച്ചയായിട്ടും ഇതിനേക്കാളും താഴെയുള്ള റേറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇൻഫ്ലേഷൻ താഴെ വരികയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് US ഫെഡ് ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് നൽകുക എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെൽസ് ഫാർഗോ തുടങ്ങിയിട്ടുള്ള വലിയ ബാങ്കുകളെല്ലാം തന്നെ S&P 500 വീണ്ടും വലിയ രീതിയിൽ മുന്നേറുമെന്ന തരത്തിലുള്ള പ്രഡിക്ഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ടെസ്ല മാത്രമാണ് ഇന്നലെ 5% ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടെസ്ലയുടെ റോബോ ടാക്സി അനൗൺസ്മെൻ്റ് ആണ് ടെസ്ലയിൽ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ടെസ്ല വീണ്ടും കാണിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഗ്ലോബലി മറ്റ് ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോകം 10ാമത്തെ കോൺസിക്യൂട്ടീവ് മന്തിലേക്ക് കടക്കുകയാണ്. ഹയസ്റ്റ് ടെമ്പറേച്ചർ, അതായത് ഏറ്റവും കൂടുതൽ ചൂടുള്ള 10ാമത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മന്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഈ കൂളിംഗ് റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് അക്രോസ് ദ ഗ്ലോബ് പോസിറ്റീവ് ആണ്. നമ്മുടെ അവിടെയും AC-കൾ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ കൂളിംഗ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ആണ്. വോൾട്ടാസൊക്കെ നല്ല രീതിയിലാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ, ഹാവൽസ്, ഈ കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസുകൾ വരുന്നതൊക്കെ പോസിറ്റീവ് ന്യൂസുകളാണ്. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ മറ്റ് ന്യൂസ് ഫ്ലോസ് അസസ് ചെയ്യുകയാണെങ്കിൽ 90% എമർജിംഗ് മാർക്കറ്റ് ഫണ്ടുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ചൈനേനെയാണ്. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ചൈനയ്ക്കാണ്. സെക്കൻഡ് പ്രിഫറൻസ് മാത്രമാണ് ഇന്ത്യക്കുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചാണ്. എന്നിരുന്നാലും പൊതുവെയുള്ള ന്യൂസ് ഹെഡ്ലൈൻസൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ലൈറ്റ് നെഗറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊരു സെൽ ഓഫ് ഒന്നും കാണാൻ പോകുന്നില്ല. കാരണം ചൈനീസ് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻ ഫോറിൻ ഫണ്ടുകൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് JLR സെയിൽസ് നല്ല സെയിൽസ് ഫിഗറാണ് മാർച്ചിലും പുറത്തു വിട്ടിരിക്കുന്നത്. ദിലീപ് ബിൽക്കോൺ 1092 കോടി രൂപയുടെ ഹൈവേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഹൈവേ അല്ല, റെയിൽ ഇൻഫ്രാ ഡെവലപ്മെൻറ്റ് ഓർഡേഴ്സാണ്. തീർച്ചയായിട്ടും ദിലീപ് ബിൽക്കോണിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ക്യൂപിഡ് ലിമിറ്റഡ് 150% ഇയർ ടു ഇയർ ടേൺ ഓവറൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സുല വയനാടും എക്സലൻ്റ് ബിസിനസ് അപ്ഡേറ്റ് ആണ് നടത്തിയിരിക്കുന്നത്. RVNL റെയിൽ ഇൻഫ്രാ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒമാനിലൊരു സബ്സിഡിയറി ഫാം ചെയ്തിട്ടുണ്ട്. റെയിൽ റിലേറ്റഡും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാ റിലേറ്റഡ് പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. IRB ഇൻഫ്ര മാർച്ചിലും നല്ല റവന്യൂ കളക്ഷനാണ് നേടിയിട്ടുള്ളത്. HG ഇൻഫ്ര ഹോളിയോൺ സബ്സിഡിയറി ഫോം ചെയ്തിരിക്കുകയാണ്. ചെന്നൈയിൽ 862.11 കോടിയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒമാക്സ ലിമിറ്റഡ്
1500 കോടി രൂപയുടെ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി സ്പോർട്സ് സ്റ്റേഡിയം ബിൽഡ് ചെയ്യാണ്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് സ്റ്റേഡിയമാണ്. ഇതിൽ നിന്ന് റവന്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2500 കോടി രൂപയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും അതുപോലെ തന്നെ RBL ബാങ്കിലൊക്കെ സിറ്റി ഗ്രൂപ്പ് സ്റ്റേക്ക് വാങ്ങിയിട്ടുണ്ട്. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസാണ്. അപ്പോൾ ഈ രണ്ട് ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന 63%. അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ നമ്മളിന്ന് പോസിറ്റീവ് ബയാസാണ്. ഹയർ ലെവലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. പൊളിറ്റിക്കൽ ഡ്രിവൻ ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും നമ്മൾ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും നിഫ്റ്റിയും സെൻസസും പുതിയ ഹൈ ഹിറ്റ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്കൊക്കെ കൺസിഡർ ചെയ്യാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ AB ക്യാപിറ്റൽ വീണ്ടും മുന്നേറാനുള്ള ചാൻസ് ഉണ്ട്. പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിനു ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ബിർള ഫിനാൻസ് ആണ് ഇതിൽ മെർജ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി Q4 റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. നമ്മുടെ ഇന്നലത്തെ ടോപ്പ് പിക്ക്, നമ്മുടെ പ്രീമിയം പിക്ക് കൊടുത്ത ഇൻവെസ്റ്റേഴ്സിന് ഇന്നലെ തന്നെ 10% ഗെയിൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈദ് പിക്കുകളും നല്ല രീതിയിൽ റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് റിയാക്ഷനിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.